ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഒരുപക്ഷെ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു സംഭവമായി മാറിയേക്കാം. ചിലപ്പോൾ ഇത് ഒരു നനഞ്ഞ പടക്കം പോലെയാകാം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സത്യത്തിൽ അപ്രതീക്ഷിതമെന്നല്ലാതെ ഒന്നും പറയാനില്ല. രാജിവെപ്പിക്കാനാണെങ്കിൽ ഇത്രയും സമയം കാത്തിരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ നേരത്തെ തന്നെ മോദി സർക്കാരിന് രാജി ആവശ്യപ്പെടാമായിരുന്നു. പാറ്റ പ്രക്ഷോഭം ഇത്രയും രൂക്ഷമാകുന്നതിന് മുമ്പ് തന്നെ, ഇത്രയേറെ അക്രമാസക്തമാകുന്നതിന് മുമ്പ് തന്നെ നൈസായിട്ട് രാജി ആവശ്യപ്പെട്ട് ഈ പ്രശ്നത്തെ ഒതുക്കി തീർക്കാമായിരുന്നു. ഒന്നുകിൽ മോദിക്ക് ഇതിനകത്തൊരു പ്ലാൻ ബി ഉണ്ടാകാം, അതല്ലെങ്കിൽ RSS നിലപാട് കടുപ്പിച്ചിരിക്കാം. RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവതിന്റെ പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. ഇന്നത്തെ തലമുറയെ കേൾക്കാൻ തയ്യാറാകണമെന്നും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാകൂ എന്നുമുള്ള ഒരു നിലപാട് RSS എടുക്കുന്നതാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ശരിക്കും RSS തന്നെയാണ് BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെയും അവസാനത്തെ വാക്ക് എന്ന് തെളിയുകയാണോ ഈ സംഭവം? ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതിൽ ധർമ്മേന്ദ്ര പ്രധാൻ നേരിട്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന മന്ത്രിയുടെ വകുപ്പിന് കീഴിലാണ് ചോദ്യപേപ്പറുകൾ ചോർന്നത്. ധാർമ്മിക ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ചോദ്യപേപ്പർ ചോർന്ന ആദ്യത്തെ സംഭവമല്ല ഇന്ത്യയിൽ. ഇതുപോലെ ചോദ്യപേപ്പർ ചോർച്ചയെ പലപ്പോഴായിട്ട് നമ്മുടെ രാജ്യത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്നൊന്നും ഒരു മന്ത്രിയും രാജിവെച്ചിട്ടില്ല. ഇതാദ്യമായിട്ടാണ് BJP-യിലാണെങ്കിലും BJP അധികാരത്തിൽ വന്നിട്ട് ഒരു മന്ത്രി രാജിവെച്ചു പോകുന്നത്. ഒരുപക്ഷെ RSSന്റെ ശക്തമായ നിലപാട് ഇതിന്റെ പുറകിൽ ഉണ്ടാകാം. അതല്ല എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം പ്രശ്നങ്ങൾ മാറുമെന്നും ഒരുപക്ഷെ മറ്റു പല ശക്തികളും ഈ പ്രതിഷേധത്തെ മുതലെടുക്കാൻ സാധ്യതയുണ്ട് എന്നും മനസ്സിലാക്കിയിട്ടുണ്ടാകാം. ഇനി ഒരുപക്ഷെ CJP കൺവിൻസ് ആയാൽ തന്നെ മറ്റു പ്രതിപക്ഷ പാർട്ടികളോ മറ്റ് സംഘടനകളോ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് അവസാനിക്കാതെ നീണ്ടുപോകാനുള്ള സാധ്യതയും രാജ്യത്തിന്റെ വളർച്ചയിൽ ഇതുണ്ടാക്കിയേക്കാവുന്ന പ്രതിസന്ധിയും എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് മോദി സർക്കാർ എടുത്തൊരു യു-ടേൺ ആയിരിക്കാം. യു-ടേൺ എന്ന് പറയുമ്പോൾ പരാജയം എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഇന്റലിജൻസ് റിപ്പോർട്ട് കൊണ്ടാണെങ്കിലും ശരി, അല്ലെങ്കിൽ പാറ്റ പ്രക്ഷോഭം മറ്റ് തലത്തിലേക്ക് വളരും എന്ന അടിസ്ഥാനത്തിലാണെങ്കിലും, ഏത് കാരണം കൊണ്ടാണെങ്കിലും താങ്കൾ ആദ്യം എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെയും നേതാവിന്റെയും പരാജയം സമ്മതിക്കൽ തന്നെയാണ്. ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാനാണെങ്കിൽ കുറച്ച് നേരത്തെ ആകാം, അല്ലേ? അപ്പോൾ മോദി ഗവൺമെന്റ് അതിന് തയ്യാറാകാതിരുന്നത് ഇതേ ആവശ്യവുമായിട്ട് വീണ്ടും പലരും ഭാവിയിൽ വന്നേക്കാം. ചെറിയ കാര്യങ്ങളിൽ പോലും എന്ത് ചെയ്യും, സമരം അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ പ്രതിഷേധങ്ങളും ഒക്കെ ആയിട്ട് വരാം. ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരുപക്ഷെ അവരാദ്യം രാജി സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്നത്. ഇപ്പോൾ രാജി വെപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ തങ്ങളുടെ നിലപാട് തിരുത്തി ഒരു യു-ടേൺ എടുക്കുന്നതാണ് ഇപ്പോൾ നല്ലത് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. ഇത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവണം. അതല്ലെങ്കിൽ ഭരിക്കുന്നവരുടെ ഭാഗത്ത് ഒരു വീഴ്ചയും വരാൻ പാടില്ല എന്ന RSSന്റെ കർക്കശമായ നിലപാട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് RSS എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. മോഹൻ ഭാഗവത് ആയിക്കോട്ടെ, RSSന്റെ മറ്റ് അംഗങ്ങളായിക്കോട്ടെ, അവര് നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്നവരാണല്ലോ. അവര് സ്വയം സേവകർ എന്നാണ് അറിയപ്പെടുന്നത്. സ്വയം ജീവിതം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചവർ. അവരെ സംബന്ധിച്ചിടത്തോളം ആർഭാടങ്ങളോടോ അല്ലെങ്കിൽ വലിയ സമ്പത്തിനോടോ സ്വത്തിനോടോ ഒന്നും വലിയ താല്പര്യവുമില്ലാത്തവരാണ്. പല RSSകാരും അവരുടെ പാരമ്പര്യമായി കിട്ടിയ സ്വത്തുക്കൾ പോലും സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടി സംഭാവന ചെയ്ത് പൂർണ്ണ സമയം സ്വയം സേവകരായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സപ്പോർട്ടോടുകൂടി ഭരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു. അവിടെ ഒരു മന്ത്രിയുടെ മേൽ ആരോപണം ഉണ്ടായിരിക്കുന്നു. നാളെ RSSന്റെ ശാഖകളിൽ ഉൾപ്പെടെ വരേണ്ട BJP-യുടെയും RSSന്റെയും അടക്കം പ്രസ്ഥാനത്തിന്റെ ഭാഗമാകേണ്ട വിദ്യാർത്ഥികൾ ഇതിനകത്ത് അപകടകാരികളും അക്രമകാരികളും ഒക്കെ കടന്നുകൂടിയിട്ടുണ്ട്, പ്രശ്നക്കാർ കടന്നുകൂടിയിട്ടുണ്ട്. പക്ഷേ ജെന്യുവിൻ ആയിട്ടുള്ള വിദ്യാർത്ഥികളും കുറച്ചുപേരുണ്ട് എന്നതൊരു വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഒരു പ്രശ്നവുമായിട്ട് വരുമ്പോൾ അതിനെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് നല്ലതല്ല എന്ന് കരുതുന്നവരായിരിക്കും ഈ RSSകാർ. രാജ്യത്തെക്കാൾ വലുതല്ല ഒരു ഭരണകൂടത്തിന്റെ നിലനിൽപ്പും അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെ നിലനിൽപ്പും എന്ന നിലപാട് RSS എടുത്തിട്ടുണ്ടെങ്കിൽ BJP-ക്കും മോദി ഭരണകൂടത്തിനും വഴങ്ങി കൊടുക്കേണ്ടി വന്നേക്കാം. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം, ഇവിടെ വിദ്യാർത്ഥികളുടെ മുമ്പിലാണ് സർക്കാർ തോറ്റുകൊടുത്തത്, ജെൻസിയുടെ മുന്നിലാണ് തോറ്റുകൊടുത്തത്, അല്ലെ? അല്ലെങ്കിൽ ജെൻസി തോൽവി നേടിയെടുത്തു എന്ന് പറയുന്നതാവും ശരി. തോൽപ്പിച്ചു, ജെൻസി ഗവൺമെന്റിനെ തോൽപ്പിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ ഇതിന്റെ ഇടയിൽ നുഴഞ്ഞു കയറി രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച, അട്ടിമറി ഉണ്ടാക്കാൻ ശ്രമിച്ച ചിലരുണ്ട്. ഇനി അവരെന്ത് ചെയ്യും എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇവിടെ ഗവൺമെന്റ് ഈ വിഷയം എൻഡ് ചെയ്യാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടു, അത് നടന്നു. മറ്റ് 2 ഡിമാൻഡുകളും പാർട്ടികൾ മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ അംഗീകരിച്ചു, അതെല്ലാമായി. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഒരു കലാപമാക്കി മാറ്റി മോദിയെ താഴെ ഇറക്കാം എന്ന് സ്വപ്നം കണ്ടവർ ഇനി എന്ത് നിലപാടെടുക്കും? അവരെന്ത് ചെയ്യും? ഈ സമരവുമായി മുന്നോട്ട് പോകുമോ അതോ ഇന്നത്തോടെ എല്ലാം അവസാനിക്കുമോ എന്നതാണ്
ഇനി രാജ്യം ഉറ്റുനോക്കുന്നത്. അതനുസരിച്ചായിരിക്കും ചിലപ്പോൾ മോദി സർക്കാരിന്റെ തുടർ നടപടികൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.